വെൽക്കം ടു അവർ ക്ലാസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് മെറ്റേണിറ്റി എന്ന് പറയുന്ന ലെസണിൽ 2 പാരഗ്രാഫ് പഠിച്ചു. നമ്മൾ മിഖാലി എന്ന് പറയുന്ന കുട്ടിയെക്കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടു. പക്ഷേ ലെസണിൽ നമ്മൾ ആ മിഖാലിയിലോട്ട് എത്തിയില്ല. പക്ഷേ ഞാൻ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഞാൻ മിഖാലിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. പിന്നെ നമ്മുടെ ഹൈക്കു പോയത്തിനെ കുറിച്ചും മറ്റേ 7th സ്റ്റാൻഡേർഡ് നിങ്ങൾ പഠിച്ച കപ്ലറ്റ് അക്രോസ്റ്റിക് പോയത്തിനെ കുറിച്ചൊക്കെ പഠിച്ചു. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ ലെസണിലെ ബാക്കി ഭാഗത്തിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് 2 പാരഗ്രാഫാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതിനകത്ത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? അവിടുത്തെ അർമേനിയൻ ക്യാമ്പിനെ കുറിച്ച് പറഞ്ഞു, അവിടെയുള്ള അവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞു. പുരുഷന്മാർ ജോലിക്ക് പോയി, എന്ത് ജോലിക്കും പോയി അവരുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾക്ക് ആഹാരത്തിന് വേണ്ടിയിട്ട് എന്ത് ജോലി ചെയ്യാനും അവർ തയ്യാറായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ആ 2 പാരഗ്രാഫിനെ ബേസ് ചെയ്ത് 2 സെറ്റ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ഉണ്ടായിരുന്നു. അത് നമ്മൾ നോക്കിയതാണ്. അങ്ങനെ 3rd പാരഗ്രാഫിലോട്ട് പോവാം. ഞാൻ 3rd പാരഗ്രാഫ് ഒന്ന് വായിക്കാം. നോക്കാം. Of all of them, Mikhali alone could do nothing. He ate the stale bread which his neighbors cared to offer, and it weighed on him. For he was a big lad of 14, healthy and robust. But how could he think of looking for work when he literally bore on his back the burden of a newborn babe? Since his birth, which had caused his mother's death, he had wailed, proclaiming his famished state from morn till night. Who would have accepted Mikhali's service when his own compatriots had chased him from their quarters because they were unable to bear the uninterrupted howls which kept them awake at night? So 3rd paragraph നമ്മുടെ മെയിൻ ക്യാരക്ടറായ മിഖാലിയെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത് നമുക്ക് നോക്കാം. ഓഫ് ഓൾ ഓഫ് ദം, അവരെല്ലാവരിലും. ആരാണ് ഈ എല്ലാവരും? അർമേനിയൻ റെഫ്യൂജീസിനെ കുറിച്ചാണ് പറയുന്നത്. ഈ അർമേനിയൻ റെഫ്യൂജീസിൽ എല്ലാവരും മിഖാലി അലോൺ കുഡ് ഡു നത്തിങ്. മറ്റെല്ലാവർക്കും ജോലി കണ്ടെത്താൻ കഴിഞ്ഞെങ്കിലും നമ്മുടെ പ്രൊട്ടഗോണിസ്റ്റ്, നമ്മുടെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള മിഖാലിക്ക് മാത്രം ജോലിയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് അവന് ജോലി കണ്ടെത്താൻ കഴിയാത്തത്? He ate the stale bread which his neighbors cared to offer, and it weighed on him. He ate the stale bread. Stale means പഴകിയ, ജീർണിച്ച, റോട്ടൻ. അവൻ എന്താണ്? പഴകിയ, ജീർണിച്ച ബ്രെഡ് കഴിച്ചു. Which his neighbors cared to offer. ഇനി ആ ബ്രെഡ് അവൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാണോ? അല്ല. അവന്റെ നെയ്ബേഴ്സ്, അവരുടെ ചുറ്റും താമസിക്കുന്നവര് അവനത് കൊടുക്കാനുള്ള ഒരു ദയവ് കാണിച്ചതാണ്. അവരുടെ ദയവ് കൊണ്ട് മാത്രം കിട്ടിയ ബ്രെഡാണ്. അതും എന്താണ്? റോട്ടൻ, പഴകിയ ബ്രെഡാണ്. ആൻഡ് ഇറ്റ് വെയ്ഡ് ഓൺ ഹിം. പക്ഷേ അതെന്താണ്? അവനതൊരു ഭാരമായി തോന്നി. കാരണം എന്താണ്? എന്തുകൊണ്ട് അവനതൊരു ഭാരമായി തോന്നി? 14 വയസ്സുള്ളൊരു കുട്ടിയാണ് അവൻ. അവന് ജോലിക്ക് പോകാൻ പറ്റിയില്ല എന്ന് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ട് പറ്റിയില്ല എന്ന് നോക്കാം. അവന് കൊടുത്ത ആ പഴകിയ ബ്രെഡ് എന്തുകൊണ്ട് അവനൊരു ഭാരമായി തോന്നിയെന്ന് നമുക്ക് നോക്കാം. For he was a big lad of 14, healthy and robust. He was a big lad. Lad means എന്താ? lad എന്ന് പറഞ്ഞാൽ ബോയ് എന്നാണ് അർത്ഥം, ആൺകുട്ടി എന്നർത്ഥം. അതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ ഗേൾ എന്ന് പറയുന്ന വേർഡാണ് ലാസ് എന്ന് പറയുന്നത്. LASS, ലാസ് എന്നുള്ളതാണ് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. For he was a big lad of 14, 14 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ് അവൻ. ഹെൽത്തി, നല്ല ആരോഗ്യമുള്ള, ആൻഡ് റോബസ്റ്റ്. റോബസ്റ്റ് മീൻസ് സ്ട്രോങ്, ആരോഗ്യമുള്ള, കരുത്തനായിട്ടുള്ള 14 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ് ആര്? നമ്മുടെ മിഖാലി എന്ന് പറയുന്നത്. ഇപ്പൊ 14 വയസ്സേ ഉള്ളൂ എങ്കിലും അവന് നല്ല ആരോഗ്യവും കരുത്തും ഒക്കെ ഉണ്ട്. എന്നിട്ടും അവൻ എന്തുകൊണ്ട് ജോലിക്ക് പോയില്ല? എന്തുകൊണ്ട് നെയ്ബേഴ്സ് കഴിക്കുന്ന ഫുഡ് അവന് കഴിക്കേണ്ടി വന്നു? നോക്കാം. ബട്ട് ഹൗ കുഡ് ഹി തിങ്ക് ഓഫ് ലുക്കിംഗ് ഫോർ വർക്ക് when he literally bore on his back the burden of a newborn babe? But how could he think of looking for work? പക്ഷേ ഒരു ജോലിയെക്കുറിച്ച് ചിന്തിക്കാൻ അവൻ എങ്ങനെ കഴിയും? When he literally bore on his back a burden, the burden എന്താണ്? അവന്റെ പുറകിൽ ഒരു burden. Burden means ഒരു ഭാരം, എന്താണ്? ഒരു ബുദ്ധിമുട്ട്. അവന്റെ പുറകിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്താണത്? of a newborn babe, ഒരു നവജാത ശിശു, ഒരു കുഞ്ഞുകുട്ടി അവന്റെ പുറകിലുള്ളപ്പോൾ എങ്ങനെയാണ് അവനൊരു ജോലി കണ്ടെത്താൻ കഴിയുക? 14 വയസ്സുണ്ട്, ജോലി ചെയ്യാനുള്ള ആരോഗ്യവും മനസ്സും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും എന്താണ്? അവന്റെ പുറകിൽ ഇങ്ങനെ ഒരു കുഞ്ഞ് ഉണ്ട്, അല്ലെങ്കിൽ അവന്
പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു കുഞ്ഞ് അവനൊപ്പമുണ്ട്. ആ അവസ്ഥയിൽ അവന് ജോലി കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നേരത്തെ ആ ബ്രെഡ് അവനൊരു വെയിറ്റ് അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് അവന് ഫീൽ ചെയ്തത്? 14 വയസ്സുണ്ട് അവന് ജോലി ചെയ്ത് അവൻ്റെ ആഹാരം അവന് കണ്ടെത്താൻ കഴിയും. പക്ഷേ ഈ കുഞ്ഞൊപ്പം ഉള്ളത് കൊണ്ട് അവനിപ്പോൾ അതിന് കഴിയുന്നില്ല. അപ്പോൾ ആരോഗ്യമുള്ള അവനായിരുന്നിട്ട് പോലും മറ്റുള്ളവർ അവനെ സഹായിച്ചപ്പോൾ അവനതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പം നല്ല സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉള്ളൊരു കുട്ടിയാണ് നമ്മുടെ മിഖാലി എന്ന് നമുക്ക് പറയാം. മറ്റുള്ളവരുടെ ഔദാര്യം കൈപ്പറ്റുന്നതിലൊന്നും വളരെ താല്പര്യമില്ലാത്തൊരു കുട്ടി ആണ് മിഖാലി എന്ന് നമുക്ക് മനസ്സിലാക്കാം. നോക്കാം. സിൻസ് ഹിസ് ബർത്ത്, അവൻ്റെ ജനനം മുതൽ, ആരുടെ? നമ്മുടെ ഈ ന്യൂ ബോൺ ബേബിൻ്റെ ജനനം മുതൽ, വിച്ച് ഹാഡ് കോസ്ഡ് ഹിസ് മദേഴ്സ് ഡെത്ത്, ഈ ജനനം ആണ് അവൻ്റെ അമ്മയുടെ മരണത്തിന് കാരണമായത്. എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഈ കുഞ്ഞ് മിഖാലിയുടെ യങ്ങർ ബ്രദർ ജനിക്കുമ്പോൾ തന്നെ അവൻ്റെ അമ്മ മരിച്ചിരുന്നു. അല്ലെങ്കിൽ ആ പ്രസവത്തോടു കൂടി മിഖാലിയുടെ അമ്മ, നമ്മുടെ യങ്ങർ ബ്രദറിന്റെ ജനനത്തോടു കൂടി മിഖാലിയുടെ അമ്മ മരിച്ചു പോയിരുന്നു. ഹി ഹാഡ് വെയിൽഡ് പ്രൊക്ലെയിമിംഗ് ഹിസ് ഫാമിഷ്ഡ് സ്റ്റേറ്റ് ഫ്രം മോൺ ടിൽ നൈറ്റ്. നോക്കോളൂ, സിൻസ് ഹിസ് ബർത്ത്, അവൻ്റെ ജനനം മുതൽ, അവൻ്റെ അമ്മയുടെ മരണത്തിന് കാരണമായ ജനനം മുതൽ, ഹി ഹാഡ് വെയിൽഡ്. വെയിൽ മീൻസ് ക്രൈ. വെയിൽഡ്, ക്രൈഡ്. അവൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. എന്തിനാണ്? പ്രൊക്ലൈമിംഗ് ഹിസ് ഫാമിഷ്ഡ് സ്റ്റേറ്റ്. പ്രൊക്ലൈമിംഗ് മീൻസ് അനൗൺസിങ്, ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്. എന്ത് പ്രഖ്യാപിച്ചു? ഹിസ് ഫാമിഷ്ഡ് സ്റ്റേറ്റ്. ഫാമിഷ്ഡ് മീൻസ് എക്സ്ട്രീംലി ഹങ്കർ സ്റ്റേറ്റ്, പട്ടിണി കിടക്കുന്ന അവസ്ഥ. അവൻ്റെ വിശപ്പ് അവൻ എന്ത് ചെയ്തു? ഉറക്കെ കരഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ടേയിരിക്കുന്നു. കുഞ്ഞുകുട്ടിയാണ്, വിശക്കുന്നു എന്ന് പറയാൻ അറിയില്ല. പക്ഷെ അവൻ എന്ത് ചെയ്തു? ഉറക്കെ കരഞ്ഞു. അതിൽ നിന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായി അവന് വിശക്കുന്നു, അവന് ബുദ്ധിമുട്ടുണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഫ്രം മോൺ ടിൽ നൈറ്റ്. എപ്പോഴെങ്കിലും ഒരിക്കലാണോ അവൻ കരഞ്ഞത്? അല്ല. ഫ്രം മോൺ ടിൽ നൈറ്റ്. മോൺ മീൻസ് മോർണിംഗ്, രാവിലെ മുതൽ നൈറ്റ് വരെ, രാത്രി വരെ. ഫ്രം മോർണിംഗ് ടു നൈറ്റ്, രാവിലെ മുതൽ രാത്രി വരെ, അല്ലെങ്കിൽ അതിൽ മുഴുവൻ ദിവസം മുഴുവൻ അവനിങ്ങനെ കരഞ്ഞുകൊണ്ടേയിരുന്നു. മിഖാലിക്ക് പോലും മറ്റുള്ളവർ ഫുഡ് കൊടുത്തിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഈ കുഞ്ഞുകുട്ടിക്ക് അവന് കഴിക്കാൻ പറ്റുന്ന കുഞ്ഞാണ്, അപ്പോൾ ബ്രെഡൊന്നും കഴിക്കാൻ പറ്റില്ല. അവന് കഴിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവന് കൊടുക്കാൻ പറ്റുന്ന ഫുഡൊന്നും മിഖാലിക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. പിന്നെ എന്താ പറയുന്നത്? ഹു വുഡ് ഹാവ് അക്സെപ്റ്റഡ് മിഖാലിസ് സർവീസ് when his own compatriots had chased him from their quarters because they were unable to bear the uninterrupted howls which kept them awake at night. Who could have accepted Mikhali's service? ഇങ്ങനെ ഒരു ബേർഡൻ അല്ലെങ്കിൽ ഇങ്ങനെ അവൻ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു കുഞ്ഞ് അവനൊപ്പമുള്ളപ്പോൾ അവൻ്റെ സർവീസ്, അവൻ്റെ സേവനം അല്ലെങ്കിൽ അവൻ ആരൊരു ജോലി കൊടുക്കും? when his own compatriots, അവൻ്റെ തന്നെ കമ്പാട്രിയോട്ട് മീൻസ് കൺട്രിമാൻ, സ്വന്തം ആൾക്കാർ, അവൻ്റെ തന്നെ ആൾക്കാർ അല്ലെങ്കിൽ അവൻ്റെ നെയ്ബേഴ്സ്, അവൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ തന്നെ ഹാഡ് ചേസ്ഡ് ഹിം ഫ്രം ദെയർ ക്വാർട്ടേഴ്സ് മീൻസ് വാടക സ്ഥലം, താമസ സ്ഥലം. നമ്മൾ പറഞ്ഞു അതൊരു ക്യാമ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ റെഫ്യൂജീസ് അല്ലെങ്കിൽ അവൻ്റെ ഒപ്പമുള്ള ആൾക്കാർ തന്നെ അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മിഖാലിയെ ഓടിക്കാൻ നോക്കുകയാണ്. കാരണം എന്താണ്? മിഖാലിയുടെ യങ്ങർ ബ്രദർ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആ അവസ്ഥ അവർക്ക് സഹിക്കാൻ പറ്റാത്തത് കാരണം മിഖാലിയെ ഓടിക്കാനായിട്ട് അവർ തന്നെ ശ്രമിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ളപ്പോൾ മറ്റുള്ള ആൾക്കാർ എങ്ങനെ മിഖാലിക്ക് ജോലി കൊടുക്കും? അവൻ്റെ സേവനം ആര് സ്വീകരിക്കും? ബിക്കോസ് ദേ വർ അണേബിൾ ടു ബെയർ ദ അൺഇൻറ്ററപ്റ്റഡ് ഹൗസ്. എന്തുകൊണ്ടാണ് മിഖാലിയെ അവിടെ നിന്ന് ഓടിക്കാനായിട്ട് ശ്രമിക്കുന്നത്? ബിക്കോസ് ദേ വർ അണേബിൾ ടു ബെയർ, അവർക്ക് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. ബെയർ മീൻസ് സഹിക്കുക. ഇവിടെ അണേബിൾ ടു ബെയർ, അവർക്ക് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. എന്ത്? ദ അൺഇൻറ്ററപ്റ്റഡ്. ഇൻറ്ററപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? തടസ്സം എന്നാണ് അർത്ഥം. ഇവിടെ എന്താ? അൺഇൻറ്ററപ്റ്റഡ്, തടസ്സമില്ലാത്ത, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹൗൾ മീൻസ് ക്രൈ, കരച്ചിൽ എന്നർത്ഥം. ആ ലൗഡ് ക്രൈ, ഉറക്കെയുള്ള കരച്ചിൽ. മിഖാലിയുടെ യങ്ങർ ബ്രദറിന്റെ തടസ്സമില്ലാത്ത, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള അവന്റെ ഉറക്കെയുള്ള കരച്ചിൽ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. വിച്ച് കെപ്റ്റ് ദം അവേക്ക് അറ്റ് നൈറ്റ്. അതെന്താണ്? അവരെങ്ങനെ രാത്രി മുഴുവൻ ഉണർന്നിരിക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ രാത്രി അവർക്ക് ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ മിഖാലിയുടെ യങ്ങർ ബ്രദർ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ അവസ്ഥയിൽ എന്താണ്? മിഖാലി അവരവിടെ നിന്ന് ഓടിക്കാൻ ശ്രമിക്കുകയാണ്. മിഖാലിന്റെ ബ്രദറിനെയും അവിടെ നിന്ന് ഓടിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഈ കുഞ്ഞിനെയും കൊണ്ട് മിഖാലിക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ 14 വയസ്സുള്ള കുട്ടിയാണെന്ന് പറഞ്ഞു, അവനതിനുള്ള ആരോഗ്യമുണ്ട്, ജോലി ചെയ്യാനുള്ള ആരോഗ്യമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അവന് ജോലി ചെയ്യാൻ കഴിയുന്നില്ല? അവൻ്റെ ന്യൂ ബോൺ ബ്രദറിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട
ഡ്യൂട്ടി, ആ കടമ അവനുണ്ട്. അമ്മയില്ലാത്ത ആ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടത് മിഖാലിയുടെ ജോലിയാണ്, മിഖാലിയുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ കുഞ്ഞിനെ കളഞ്ഞിട്ട് അവന് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. അപ്പൊ അവിടെ നോക്കിക്കോണം, മിഖാലിക്ക് തൻ്റെ യങ്ങർ ബ്രദറിനോടുള്ള സ്നേഹം. അവർ റെഫ്യൂജീസ് ആണ്, അവർക്ക് ജീവിക്കാൻ നേരെ വീടില്ല, ഫുഡില്ലാത്ത അവസ്ഥയാണ്. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ അവൻ്റെ യങ്ങർ ബ്രദറിനെ വേണമെങ്കിൽ എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ട് അവന് വേണമെങ്കിൽ അവൻ്റെ കാര്യങ്ങൾ നോക്കായിരുന്നു. അവന് ജോലി ചെയ്ത് കാശുണ്ടാക്കി അവൻ്റെ ഫുഡിൻ്റെ കാര്യമെങ്കിലും അവന് നോക്കായിരുന്നു, അവൻ്റെ ആഹാരമെങ്കിലും അവന് നോക്കായിരുന്നു. പക്ഷേ തൻ്റെ യങ്ങർ ബ്രദറിനെ നോക്കാൻ വേറെ ആരും ഇല്ല എന്ന് മിഖാലിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ എന്താണ്, അവനെ ഉപേക്ഷിക്കാൻ മിഖാലി തയ്യാറാകുന്നില്ല. അല്ലെങ്കിൽ ഈ 14 വയസ്സുള്ള ഈ മിഖാലിക്ക് എങ്ങനെയാണ് തൻ്റെ യങ്ങർ ബ്രദറിൻ്റെ വിശപ്പ് മാറ്റേണ്ടത്, അല്ലെങ്കിൽ അവൻ എന്ത് കൊടുക്കാം, ഇതൊന്നും മിഖാലിക്ക് അറിയില്ല. അപ്പോൾ ആകെ ഒരു വിഷമിച്ച അവസ്ഥയിലാണ് നമ്മുടെ മിഖാലി. അവന് എന്താണ്, ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, മറ്റുള്ളവർക്കൊരു തടസ്സമായി മാറുന്നു. അവൻ്റെ ആഹാരം പോലും മറ്റുള്ളവർ കൊടുത്തിട്ട് അവന് കഴിക്കേണ്ടി വരും. ഇങ്ങനെയുള്ളൊരവസ്ഥയാണ് നമ്മുടെ മിഖാലിയുടെ. അവൻ്റെ എന്താണ്, ബ്രദറിൻ്റെ ജനനത്തോടുകൂടി തന്നെ അവൻ്റെ അമ്മയും മരിക്കുന്നു. അപ്പോൾ അവനെ സംരക്ഷിക്കേണ്ട അമ്മയും മരിച്ചുപോയി. അതോടൊപ്പം എന്താണ്, അവനെ സംരക്ഷിക്കാൻ ഇപ്പോൾ ഒരു ന്യൂ ബോൺ ബേബിനെ കൊണ്ട് അവിടെ കിട്ടിയിരിക്കുക. അപ്പോൾ അതൊക്കെയാണ് ആ 3rd പാരഗ്രാഫിനകത്ത് പറയുന്നത്. ഇനി അതിൻ്റെ സെറ്റ് ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾക്കൊരു 3rd ക്വസ്റ്റ്യൻ അത് വരുന്നുണ്ട്. വൈ കുഡന്റ് മിഖാലി ഏൺ ഈവൻ എ പെന്നി? എന്തുകൊണ്ടാണ് ഒരു രൂപ പോലും മിഖാലിക്ക് സമ്പാദിക്കാൻ കഴിയാത്തത്? ജോലി ചെയ്ത് ഒരു പെന്നി പോലും ഉണ്ടാക്കാൻ മിഖാലിക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? അപ്പോൾ ഈ 3rd പാരഗ്രാഫിനകത്ത് തന്നെ ആൻസർ ഉണ്ട്, നിങ്ങൾ കണ്ടെത്തുക കേട്ടോ. 4th ക്വസ്റ്റ്യൻ, വൈ വാസ് ഹി ചേസ്ഡ് അവേ ബൈ ഹിസ് ഫെല്ലോ അർമേനിയൻസ്? അവൻ്റെ തന്നെ ഒപ്പമുള്ള അർമേനിയയിലെ ആൾക്കാർ, റെഫ്യൂജീസ്, എന്തുകൊണ്ടാണ് അവൻ അവിടെ നിന്ന് ഓടിക്കാനായിട്ട് ശ്രമിച്ചത്? അപ്പോൾ ഇത് രണ്ടിൻ്റെ ആൻസർ അവിടെ ഉണ്ട്, നിങ്ങൾ കണ്ടെത്തുക കേട്ടോ. അപ്പോൾ ഈ 3rd പാരഗ്രാഫ് നന്നായിട്ട് വായിക്കുക. അതിനുശേഷം ഈ 3rd and 4th ക്വസ്റ്റ്യൻസ് ആൻസർ കണ്ടെത്തി എഴുതാം. അടുത്ത പാരഗ്രാഫിനോട് നമുക്ക് പോവാം. മിഖാലി ഹിംസെൽഫ് വാസ് ഡേസ്ഡ് ബൈ ദീസ് ക്രൈസ്. ഹിസ് ഹെഡ് വാസ് എംപ്റ്റി and he wandered about like a lost soul, dying from lack of sleep and weariness, always dragging about with him the deafening burden that had been borne for his misfortune and its own, and that had so badly chosen the moment to appear on this earth. Everybody listened to it with irritation. They had so many troubles of their own, and they all pitifully wished it would die. നമുക്കുള്ളൂ നമ്മുടെ നെക്സ്റ്റ് പാരഗ്രാഫിനകത്ത് എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം. മിഖാലി ഹിംസെൽഫ് വാസ് ഡേസ്ഡ് ബൈ ദീസ് ക്രൈസ്. മിഖാലി ഹിംസെൽഫ്, മിഖാലി തന്നെ, മിഖാലി സ്വയം തന്നെ വാസ് ഡേസ്ഡ്. ഡേസ്ഡ് മീൻസ് ഒരു മെൻ്റൽ സ്ട്രെസ്, ആകെ ഒരു പരിഭ്രാന്തി പിടിച്ചൊരവസ്ഥ. ബൈ ദീസ് ക്രൈസ്, ഈ കുട്ടിയുടെ ഈ കരച്ചിൽ, അൺഇൻട്രപ്റ്റഡ് ആയിട്ടുള്ള, തടസ്സമില്ലാത്ത കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ കുട്ടിയുടെ ഇങ്ങനെയുള്ള ഈ കരച്ചിൽ കാരണം മിഖാലിക്ക് പോലും ആകെ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയായി. ഹിസ് ഹെഡ് വാസ് എംപ്റ്റി, അവൻ്റെ തലയൊക്കെ ആകെ ശൂന്യമായതുപോലെ, അവനൊന്നും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയാത്ത അവസ്ഥയിലെത്തി. ആൻഡ് ഹി വാണ്ടേർഡ് അബൌട്ട് ലൈക്ക് എ ലോസ്റ്റ് സോൾ. അവൻ എന്താണ്, വാണ്ടേർഡ് മീൻസ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. അങ്ങനെ നടക്കണം, അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നടക്കുന്നു. അബൌട്ട് എ ലോസ്റ്റ് സോൾ, ഒരു ലോസ്റ്റ് സോളിനെ പോലെ, എല്ലാം നഷ്ടപ്പെട്ട ഒരു ആത്മാവിനെ പോലെ. ലോസ്റ്റ് സോൾ എന്ന് പറയുന്നത് നമ്മുടെ ലിലിക നാക്കൂസിൻ്റെ ഒരു വർക്കാണെന്ന് കൂടി നമ്മൾ പഠിച്ചു അല്ലേ. ലിലിക നാക്കൂസിന് ലോസ്റ്റ് സോൾ എന്ന് പറയുന്ന വേർഡ് ഒത്തിരി ഇഷ്ടമാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ഈ ലോസ്റ്റ് സോൾ, ഒരു നഷ്ടപ്പെട്ട ആത്മാവ് പോലെ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാൻ അറിയാത്തൊരവസ്ഥയിലും നമ്മുടെ മിഖാലി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഡൈയിങ് ഫ്രം ലാക്ക് ഓഫ് സ്ലീപ്പ് ആൻഡ് വെയറിനെസ്, ഉറക്കമില്ല. ആൻഡ് വെയറിനെസ് മീൻസ് ടയർഡ്നെസ്, ക്ഷീണം. ഉറക്കമില്ല, ക്ഷീണം, വിശപ്പ്, ടെൻഷൻ എല്ലാം കൂടെ മിഖാലി ആകെ ഇങ്ങനെ പരിഭ്രാന്തനായി. ഓൾവേസ് ഡ്രാഗിങ് അബൌട്ട് വിത്ത് ഹിം ദ ഡെഫനിങ് ബേർഡൻ. അവരിങ്ങനെ നടക്കുമ്പോഴൊക്കെ ഈ ബേർഡൻ, ഈ ഡെഫനിങ് ബേർഡൻ, ഡെഫനിങ് മീൻസ് കാതടപ്പിക്കുന്ന, ചെവി അടപ്പിക്കുന്ന ഈ ഒരു ശബ്ദം. എന്താണ് ആ ശബ്ദം? അവൻ്റെ അനിയൻ്റെ കരച്ചിൽ. അതിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നു. ആ ന്യൂ ബോൺ ബേബിൻ്റെ കരച്ചിൽ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നു. ദാറ്റ് ഹാഡ് ബീൻ ബോൺ ഫോർ ഹിസ് മിസ്ഫോർച്യൂൺ. മിഖാലിയുടെ മിസ്ഫോർച്യൂൺ, ഫോർച്യൂൺ എന്താ? ഭാഗ്യം. മിസ്ഫോർച്യൂൺ നിർഭാഗ്യം. മിഖാലിയുടെ നിർഭാഗ്യത്തിനായി ജനിച്ച ആ കുട്ടി. ആൻഡ് ഇറ്റ്സ് ഓൺ, ഇവിടെ ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ആ ബേബി, ആ ബേബിയുടെ തന്നെ മിസ്ഫോർച്യൂൺ. കാരണം എന്താണ്?
അവൻ്റെ മദർ ഉണ്ടായിരുന്നെങ്കിൽ അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ ആളുണ്ടാകുമായിരുന്നു, അവൻ ഈ ബുദ്ധിമുട്ട് വരില്ലായിരുന്നു. അപ്പം മിഖാലിയുടെയും ആ കുട്ടിയുടെയും തന്നെ നിർഭാഗ്യത്തിനായി ജനിച്ച ആ കുഞ്ഞ്, and that had so badly chosen the moment to appear on this earth. ആ കുട്ടിയുടെ ഈ ഭൂമിയിലെ ജനനം അതൊരു എന്താണ്, നിർഭാഗ്യമുള്ള ഒരു നിമിഷത്തിലായിരുന്നു ഈ കുട്ടിയുടെ ജനനം, അല്ലെങ്കിൽ അവൻ്റെ ആ ജനന സമയം ദൈവം ചൂസ് ചെയ്തത് ഒരു നിർഭാഗ്യമുള്ള സമയത്തായിരുന്നു എന്ന് അർത്ഥം. Everybody listened to it with irritation. All of the Armenian refugees listened this sound with an irritation. ആകെ ഒരു ഇറിറ്റേഷൻ, എന്താണ്, ഒരു ദേഷ്യം, ക്രോധം, സങ്കടം എല്ലാം നിറഞ്ഞ ഒരു ഫീലോടുകൂടി അവിടെ ഉള്ളവരെല്ലാം ഈ സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നു. They had so many troubles of their own. അവർക്ക് അവരുടെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു, താമസിക്കാനുള്ള സൗകര്യം നേരെയില്ല, അവർക്ക് ജോലി നേരെയില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഈ സൗണ്ട് കൂടെ ആയപ്പോൾ, ഈ കുട്ടിയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ കരച്ചിൽ കൂടെ ആയപ്പോൾ എന്താണ്, അവർക്കത് സഹിക്കാൻ പറ്റിയില്ല. ആൻഡ് they all pitifully wished. അവരെല്ലാവരും എന്ത് ചെയ്തു? പിറ്റിഫുള്ളി മീൻസ് സഹതാപത്തോടെ, wished അവർ ആഗ്രഹിച്ചു. എന്താണ് ആഗ്രഹിച്ചത്? ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ലാത്തൊരു കാര്യം, ഇറ്റ് വുഡ് ഡൈ, ഈ കുഞ്ഞൊന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എന്നവർ ചിന്തിച്ചു. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, പക്ഷെ എന്നാൽ പോലും എന്താണ്, അവർ സന്തോഷമായിട്ട് ജീവിതം നയിക്കുന്നവരല്ല. ഈ കുട്ടിയെയോ അല്ലെങ്കിൽ മിഖാലിയോ ഹെൽപ്പ് ചെയ്യാൻ അവർക്ക് കഴിയില്ല. അപ്പോൾ അതിൽ കൂടി ഈ ശബ്ദം കൂടെ ആയപ്പോൾ, ഇങ്ങനെ രാത്രിയൊന്നുമില്ല പകലൊന്നുമില്ലാതെയുള്ള ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ കുട്ടിയുടെ കരച്ചിലും കൂടെ ആയപ്പോൾ എന്താണ്, ആ ക്യാമ്പിലുള്ളവർക്കൊന്നും അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വന്നപ്പോൾ എന്താണ്, ഈ കുഞ്ഞൊന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് അവിടെ ഉള്ളവർ ചിന്തിച്ചു. കാരണം മിഖാലിക്ക് അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അവൻ്റെ അമ്മയില്ല. അപ്പോൾ ഇങ്ങനെ അല്ലാതെ അവർക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല എന്നുള്ളതാണ്. അത്രയും മോശമായൊരു സാഹചര്യത്തിലൂടെ, ആ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ മിഖാലി കടന്നു പോകുന്നത്. അപ്പോൾ ക്യാമ്പിലുള്ളവർക്ക് മാത്രമല്ല, മിഖാലിക്ക് പോലും ഈ ശബ്ദം വളരെ ബുദ്ധിമുട്ട് തോന്നിക്കുന്നതാണെന്ന് നമ്മൾ പറയും. അത്രയാണ് ആ പാരഗ്രാഫിനകത്ത് വരുന്നത്. നിങ്ങൾക്ക് ന്യൂ ആയിട്ടുള്ള വേർഡ്സ് തോന്നുവാണെങ്കിൽ നിങ്ങളത് റെഫർ ചെയ്യുക, ഡിക്ഷണറിയൊക്കെ നോക്കി മീനിങ് അത് കണ്ടുപിടിക്കണം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, നോക്കാം. മിഖാലി wandered like a lost soul. Comment on the comparison. മിഖാലി ഒരു ലോസ്റ്റ് സോളിനെ പോലെ ഇങ്ങനെ വാണ്ടർ ചെയ്യുകയാണ്, അലഞ്ഞു തിരിയാണ്. കമന്റ് ഓൺ ദ കമ്പാരിസൺ. ഈ കമ്പാരിസനെ കുറിച്ച് കമന്റ് ചെയ്യാനാണ്, എഴുതാനാണ്. കമ്പാരിസൺ അവിടെ നോക്കിക്കോളൂ, കമ്പയർ ചെയ്തിരിക്കുന്നു. മിഖാലിയെ ലോസ്റ്റ് സോളായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു ലൈക്ക് എന്ന് പറയുന്ന വേർഡ് കൊണ്ട്. എന്താണ് ആ ഡിവൈസ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്? ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്ന് പറയുന്ന വേർഡ്സ് യൂസ് ചെയ്ത് രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്താൽ അവിടെ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? സിമിലി എന്ന് പറയുന്ന ഡിവൈസ് ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തുകൊണ്ട് മിഖാലിയെ ലോസ്റ്റ് സോൾ എന്ന് കമ്പയർ ചെയ്തു എന്നുള്ളത് എഴുതാനാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിനുള്ള ആൻസർ അവിടെ ഉണ്ട്, കണ്ടെത്തി എഴുതാം. ഇനി അവിടെ വരുന്ന 6th ക്വസ്റ്റ്യനും നമ്മളിപ്പോൾ പഠിച്ച പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഏതാണ് ക്വസ്റ്റ്യൻ? Why did the refugees wish that the child would die? എന്തുകൊണ്ടാണ്, ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലാത്തൊരു കാര്യം, ആ കുട്ടി മരിച്ചിരുന്നു എങ്കിൽ എന്ന് റെഫ്യൂജീസ് ചിന്തിച്ചത് എന്നുള്ളതാണ്. അതിൻ്റെ ആൻസറും ഈ പാരഗ്രാഫിനകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളത് കണ്ടെത്തി സ്വന്തമായിട്ട് എഴുതാൻ ശ്രമിക്കുക. ടെക്സ്റ്റിലെ സെൻറ്റൻസുകളെ ബേസ് ചെയ്ത് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ആൻസർ ചെയ്യാം കേട്ടോ. നമ്മൾ അടുത്ത പാരഗ്രാഫിലോട്ട് പോകാം. ബട്ട് that did not happen, for the newborn child sought desperately to live and cry louder his famished state. The distracted women stuffed their ears and Mikhali wandered about like a drunken man. He hadn't a penny in his pocket to buy the infant milk, and not one woman in the camp was in a position to give it the breast enough to drive one mad. നോക്കോളൂ. But that did not happen. പക്ഷെ അത് സംഭവിച്ചില്ല. For the newborn child, ആ ന്യൂബോൺ ചൈൽഡിന് അത് സംഭവിച്ചില്ല. എന്ത് സംഭവിച്ചില്ല? മറ്റുള്ളവർ ആഗ്രഹിച്ചതുപോലെ ആ കുഞ്ഞ് വിശപ്പ് കൊണ്ട് മരിച്ചു പോയില്ല. Sought desperately to live. അവനിങ്ങനെ ജീവിക്കാനായിട്ട് അവൻ്റെ ആഗ്രഹം അവനിങ്ങനെ ഉറക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു. നിരാശയോടുകൂടി അവൻ്റെ ജീവിക്കാനുള്ള ആഗ്രഹം അവൻ എക്സ്പ്രസ് ചെയ്തുകൊണ്ടേയിരുന്നു. ആൻഡ് ക്രൈ ലൗഡർ ഹിസ് ഫാമിഷ്ഡ് സ്റ്റേറ്റ്. അവൻ്റെ പട്ടിണി നിറഞ്ഞ അവസ്ഥ അല്ലെങ്കിൽ അവന് വിശക്കുന്നു എന്നുള്ളത്
അവന് വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയില്ല, കാരണം ഒരു ന്യൂ ബോൺ ബേബാണ്, സംസാരിച്ചു തുടങ്ങിയില്ല അവൻ. അതുകൊണ്ട് തന്നെ എന്താണ്, അവന് വിശക്കുന്നു എന്ന് ഉറക്കെ ഉറക്കെ കരഞ്ഞുകൊണ്ട് അവൻ ഇങ്ങനെ മറ്റുള്ളവരെ അറിയിച്ചു കൊണ്ടേയിരുന്നു. അതോടൊപ്പം താൻ മരിച്ചിട്ടില്ല, മറ്റുള്ളവർ ആഗ്രഹിച്ചതുപോലെ താൻ മരിച്ചിട്ടില്ല, സ്റ്റിൽ ഐ ആം അലൈവ്, ഞാൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന് അവൻ ഇങ്ങനെ മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ടേയിരുന്നു. The distracted women stuffed their ears and Mikhali wandered about like a drunken man. The distracted women, ആകെ പരിഭ്രാന്തരായ, ആകെ ഭ്രാന്ത് പിടിച്ച ആ സ്ത്രീകള് സ്റ്റഫ്ഡ് ദെയർ ഇയേഴ്സ്, അവരുടെ ചെവികൾ പൊത്തിപ്പിടിച്ചു, 2 ചെവികൾ ഇങ്ങനെ പൊത്തിപ്പിടിച്ചു. എന്തിനാ? ഈ ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, മിഖാലിയുടെ യങ്ങർ ബ്രദറിന്റെ കരച്ചിൽ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് മിഖാലി wandered about like a drunken man. മിഖാലി എന്താണ്, വീണ്ടും അവിടെ ഒരു കമ്പാരിസൺ പറഞ്ഞിരിക്കുകയാണ്. ലൈക്ക് എ ഡ്രങ്കൺ മാൻ, ഒരു എന്താണ്, കുടിച്ച് ബോധമില്ലാതായ ഒരാളിനെ പോലെ മിഖാലി ഇങ്ങനെ വാണ്ടർ ചെയ്യുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു വാണ്ടേഡ് ലൈക്ക് എ ലോസ്റ്റ് സോൾ എന്ന് പറഞ്ഞു. എവിടെ എന്ത് പറഞ്ഞു? വാണ്ടേഡ് ലൈക്ക് എ ഡ്രങ്കൺ മാൻ. ഇതെല്ലാം എന്താണ്, ആ ഒരു ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിവില്ലാത്ത ആ ഒരു അവസ്ഥയാണ് കുറിക്കുന്നത്. ഈ ഹാഡിന്റെ പെന്നി ഇൻ ഹിസ് പോക്കറ്റ്. ഈ ഹാഡിന്റെ പെന്നി അവന്റെ കയ്യിലില്ല. എന്താണ് പെന്നി? പെന്നി മീൻസ് ഒരു നാണയം, നമ്മൾ രൂപ, പൈസ എന്നൊക്കെ പറയുന്ന പോലെ ഒരു നാണയത്തിന്റെ പേരാണ് പെന്നി എന്ന് പറയുന്നത്. ഇൻ ഹിസ് പോക്കറ്റ്, അവന്റെ പോക്കറ്റിൽ ഒരു രൂപ പോലും, ഒരു പെന്നി പോലും എടുക്കാനില്ല. എന്തിനു വേണ്ടിയിട്ടാണ് അവൻ കാശ് അന്വേഷിക്കുന്നത്? ടു ബൈ ദ ഇൻഫാന്റ് മിൽക്ക്. ഇൻഫാന്റ് മീൻസ് ചൈൽഡ് അല്ലെങ്കിൽ ബേബി എന്നുള്ള മീനിങ് ആണ്. ആ കുഞ്ഞിന് കൊടുക്കാനായിട്ടുള്ള മിൽക്ക്, പാല് വാങ്ങാനുള്ള കാശ് പോലും അവന്റെ കയ്യിലില്ല. ആൻഡ് നോട്ട് one woman in the camp was in a position to give it the breast. ഇനി എന്താണ്, ഇൻഫാന്റ് മിൽക്ക് വാങ്ങാനുള്ള കാശ് അവൻ്റെ ഇല്ല. അതോടൊപ്പം എന്താണ്, ആ ക്യാമ്പില് മിഖാലിയുടെ ബ്രദറിന് പാല് കൂട്ടാനായിട്ട് പറ്റുന്ന ഒരു സ്ത്രീയും അവിടെ ഉണ്ടായിരുന്നില്ല. എനഫ് ടു ഡ്രൈവ് വൺ മാഡ്. ഇത്രയൊക്കെ പോരെ ഒരാളെ ഭ്രാന്തനാക്കാൻ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു മിഖാലി ലോസ്റ്റ് സോളിനെ പോലെ അല്ലെങ്കിൽ ഒരു ഡ്രങ്കൺ മാനിനെ പോലെയൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ പോരെ മിഖാലി അങ്ങനെ ആക്കാൻ എന്നാണ് നമ്മുടെ റൈറ്റർ ചോദിക്കുന്നത്. കാരണം എന്താണ്, അമ്മ മരിച്ചുപോയി, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, വിശപ്പുണ്ട്, ജീവിക്കാനുള്ളൊരു ചുറ്റുപാടില്ല, അതിൽ കൂടെ എന്താണ് തൻ്റെ യങ്ങർ ബ്രദറിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇതെല്ലാം കൂടെ ആയപ്പോൾ അതിനും അവന് കഴിയുന്നില്ല. ഇതെല്ലാം കൂടെ ആയപ്പോൾ എന്താണ്, മിഖാലി ആകെ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ അവൻ്റെ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മുടെ മിഖാലി എത്തിച്ചു. അപ്പോൾ നമ്മുടെ 7th ക്വസ്റ്റ്യൻ നോക്കാം. നോട്ടീസ് ഹൗ ദ വിമൻ ബിഹേവ്ഡ്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദെയർ ആറ്റിറ്റ്യൂഡ്. എങ്ങനെയാണ് ആ ക്യാമ്പിലെ സ്ത്രീകൾ പെരുമാറിയത്? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദെയർ ആറ്റിറ്റ്യൂഡ്. അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അവരുടെ ആ മനോഭാവത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? വിമൻ, സ്ത്രീകൾ അല്ലെ, കുഞ്ഞുങ്ങൾക്ക് സ്നേഹം നൽകേണ്ടവരാണ് അവർ. അങ്ങനെയുള്ള ആ സ്ത്രീകൾ എന്താണ് ചിന്തിച്ചത്? ഈ കുഞ്ഞ് മരിച്ചു പോയിരുന്നെങ്കിൽ എന്നാണ് ചിന്തിച്ചത്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു മനോഭാവം ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? ശരിയാണോ തെറ്റാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതാണ് അവിടെ എഴുതേണ്ടത്. നിങ്ങൾ ലെസന്റെ ബേസ് ചെയ്തും നിങ്ങളുടെ ചിന്താഗതിക്കും അനുസരിച്ച് അതിൻ്റെ ആൻസർ നിങ്ങൾ അവിടെ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ അർമേനിയൻ ക്യാമ്പിനെ കുറിച്ച് പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മിഖാലിയെ കുറിച്ച് പറഞ്ഞു, മിഖാലിയുടെ യങ്ങർ ബ്രദറിനെ കുറിച്ച് പറഞ്ഞു, മിഖാലിയുടെ മോശമായിട്ടുള്ള ചുറ്റുപാടുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇത്രയും നിങ്ങൾ നന്നായിട്ട് ഈ സെൻറ്റൻസുകൾ വായിക്കുക. പുതിയതായിട്ട് വരുന്ന നിങ്ങൾക്ക് അറിയാം വേർഡ് മീനിങ് ബുദ്ധിമുട്ടുള്ള വാക്കുകളുണ്ടെങ്കിൽ അത് എഴുതി ഒന്ന് റെഫർ ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ 7 ക്വസ്റ്റ്യൻസ് 7 ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. സ്വന്തമായിട്ട് തന്നെ നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം.